980 രൂപയ്ക്ക് ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവിൽ, അതായത് ഒരു ഹെറിറ്റേജ് ബംഗ്ലാവിൽ സ്റ്റേ ചെയ്യാൻ ചാൻസ് കിട്ടിയാൽ നിങ്ങളത് മിസ്സാക്കുമോ? മിസ്സാക്കില്ലല്ലോ, ഞാനും മിസ്സാക്കിയില്ല. ആദ്യം നമുക്ക് ആ ബംഗ്ലാവിൻ്റെ എക്സ്റ്റീരിയർ ഒന്ന് കാണാം. ബ്രിട്ടീഷ് ബംഗ്ലാവ് എന്ന് പറയുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വരുന്നത് ചിമ്മിനിയാണ്. തീ കായാനായി അവർ ഉപയോഗിച്ചിരുന്ന ഫയർ പ്ലേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് റൂഫിൽ അവസാനിക്കുന്ന ചിമ്മിനി, അതിതാ ഇവിടുന്നേ കാണാം. ഊട്ടി ബ്രിട്ടീഷുകാർക്ക് എന്തുകൊണ്ട് എ ഹോം എവേ ഫ്രം ഹോം ആയി എന്ന് ഇവിടെ ഊട്ടിയിൽ തങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി. ഇവിടുത്തെ വെതർ ഇംഗ്ലീഷ് വെതറാണ്. വെയിലത്തും തണുപ്പുണ്ട്. പുറത്ത് നല്ല വെയിലുള്ളപ്പോഴും തണലത്തോ റൂമിനുള്ളിലോ നിന്നാൽ നല്ല തണുപ്പാണ് ഫീൽ ചെയ്യുക. ഇവിടെ സ്വെറ്റ് ചെയ്യാനാണ് പാട്. ഈ ക്ലൈമറ്റാണ് ബ്രിട്ടീഷുകാർക്ക് ഊട്ടി ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം. ഇത് ചെറിയൊരു ബംഗ്ലാവാണ്. ജോൺ സള്ളിവൻ ഊട്ടിയിൽ പണിത ആദ്യത്തെ ബ്രിട്ടീഷ് ബംഗ്ലാവായ സ്റ്റോൺ ഹൗസിൻ്റെ അത്ര വലിപ്പമില്ല. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ക്യൂട്ട് ലിറ്റിൽ ബംഗ്ലാവാണ്. ഈ മോഡലിലുള്ള ബംഗ്ലാവുകൾ ഞാൻ കുറേ ടീ എസ്റ്റേറ്റുകളിൽ കണ്ടിട്ടുണ്ട്. സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ സിമിലറാണ്. കേരളത്തിലും ഇതുമായി കമ്പയർ ചെയ്യാൻ പറ്റുന്ന ബംഗ്ലാവുകളുണ്ട്, പ്രത്യേകിച്ച് ഇടുക്കിയിലും വയനാട്ടിലുമെല്ലാം. അന്നത്തെ കാലത്തെ ബ്രിട്ടീഷുകാരുടെ ഡ്രീം ഹോമിൻ്റെ എലവേഷൻ ഇങ്ങനെയായിരിക്കുമോ? അതുകൊണ്ടായിരിക്കുമോ ഇതുമായി കമ്പയർ ചെയ്യാൻ പറ്റുന്ന ബംഗ്ലാവുകൾ ബ്രിട്ടീഷ് സെറ്റിൽമെൻ്റ് ഉണ്ടായിരുന്ന മിക്ക സ്ഥലങ്ങളിലും കാണാൻ സാധിക്കുന്നത്? എന്തായാലും എനിക്ക് ബംഗ്ലാവിൻ്റെ എലവേഷൻ ഇഷ്ടപ്പെട്ടു. കാലം മാറിയെങ്കിലും പുതിയ കുപ്പായമണിഞ്ഞ ഈ ബംഗ്ലാവ് പഴമയുടെ ശോഭയും ചരിത്രത്തിൻ്റെ മണം നിറഞ്ഞ സാന്നിധ്യവും നിലനിർത്തിയാണ് നിലകൊള്ളുന്നത്. കൊളോണിയൽ ഇറയുടെ ജീവിക്കുന്ന ഓർമ്മയാണ് ഈ ബംഗ്ലാവ്. 1944 ഈ ഒരു ബംഗ്ലാവ് പണിതെന്നാണ് ഇവിടെയുള്ളവരും പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അത് എഴുതിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ബ്രിട്ടീഷ് ഇറയാണ് ഈ ഒരു ബംഗ്ലാവ് പണിതത്. അധികം കാലമൊന്നും ചിലപ്പോൾ ഇവിടെ ബ്രിട്ടീഷുകാർ താമസിച്ചിട്ടുണ്ടാവില്ല. ഇനി നമുക്ക് ഈ ബംഗ്ലാവിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണാം. പുതിയ പെയിൻറ്റ്, ടൈൽസ്, അങ്ങനെ ചെറിയൊരു റിനോവേഷൻ നടത്തിയിട്ടുണ്ടെന്ന് കണ്ടിട്ട് തോന്നുന്നു. ഫയർ പ്ലേസ്, ഡോർസ്, വിൻഡോസ് ഇതെല്ലാം കൊളോണിയൽ ഇറയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചെറിയൊരു സിറ്റ് ഔട്ട്, പിന്നെ വലിയൊരു ലിവിങ്. ഈ കണ്ടതൊക്കെ കോമൺ ഏരിയയാണ്. എനിക്ക് കിട്ടിയ റൂം ഇതാ ഈ ഫയർ പ്ലേസിന് തൊട്ടടുത്തുള്ള റൂമാണ്. റൂമിലും ഫയർ പ്ലേസ് ഒക്കെ ഉണ്ട്. ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, ഇപ്പോൾ ഇത് ഷോയ്ക്കാണ്. റൂം സ്പേഷ്യസ് ആണ്. ഞാൻ ഒരാളെ ഉള്ളെങ്കിലും എനിക്ക് 2 ടവൽ, 2 സോപ്പ്, 2 ബ്രഷ്, 2 പേസ്റ്റ് ഇതെല്ലാം കിട്ടി. എല്ലാം ഡബിളാണ്. റൂമിൽ വാർഡ്രോബ്, ഇലക്ട്രിക് കെറ്റിൽ, ഡ്രസ്സിംഗ് ടേബിൾ, TV അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളുമുണ്ട്. ഇലക്ട്രിക് കെറ്റിലുള്ളതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ചൂടുവെള്ളം കുടിക്കാം. ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മിറർ കൊള്ളാം. ഏത് ഹൈറ്റിൽ വേണമെങ്കിലും ഈ ഒരു മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്യാം. ഇനി ബാത്റൂം കാണാം. ബാത്റൂമിൽ 24 hours ഹോട്ട് വാട്ടർ കിട്ടും. ബാത്റൂം നീറ്റാണ്, സ്പേഷ്യസ് ആണ്. മൊത്തത്തിൽ 980 രൂപയ്ക്ക് ഒരു ലക്ഷറി വൈബൊക്കെ എനിക്ക് കിട്ടി. ഞാൻ ബംഗ്ലാവിൻ്റെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങളുടെ മറ്റൊരു റൂം കൂടെ കാണിക്കാം, അതിൻ്റെ കൂടെ വീഡിയോ എടുത്തോളൂ എന്ന് സെന്തിൽ എന്നോട് പറഞ്ഞു. ഇവിടെ ആകെ 6 or 7 റൂമുകളാണുള്ളത്. എക്സാക്റ്റ് നമ്പർ എനിക്കറിയില്ല. അതിൽ ഒരു റൂം നമ്മളിപ്പോൾ കണ്ടു. ഇനി ഒന്നുകൂടെ കാണിക്കാം. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ എക്സ്റ്റീരിയറിലുള്ള ആ ഒരു വിൻഡോയിൻ്റെ പ്രൊജക്ഷനും പിന്നെ ഇൻറ്റീരിയറിലുള്ള ഫയർ പ്ലേസും ഒക്കെ കാണുമ്പോൾ ഇത് കൊളോണിയൽ സ്റ്റൈൽ ആർക്കിടെക്ചർ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനത്തെ കുറച്ച് ബംഗ്ലാവുകൾ ഞാൻ ഇടുക്കിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു സെയിം സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറാണ് ഇതിൻ്റെ. അപ്പോൾ ഞാൻ ഇന്ന് ശരിക്കും താമസിക്കാൻ പോണത് ഒരു ബ്രിട്ടീഷ് ഇറയിലുണ്ടാക്കിയ ഒരു ബംഗ്ലാവിലാണ്, ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവിലാണ്. ഇവരുടെ തന്നെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു ബംഗ്ലാവിൽ നിന്നാണ് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഞാൻ താമസിച്ച ബംഗ്ലാവിന് തൊട്ടടുത്താണ് ഈ ഒരു ബംഗ്ലാവ്. പേര് ബോഗൻവില്ല. ബോഗൻവില്ലയിൽ നിന്ന് സ്പൈസി ഉപ്പുമാവും ഇഡ്ഡലിയും കഴിച്ചു. ജ്യൂസും കോഫിയും പായസവും കുടിച്ചു. ബ്രെഡും ജാമും ഉണ്ടായിരുന്നു. ഈ പറഞ്ഞതെല്ലാം കഴിക്കുകയും കുടിക്കുകയും ചെയ്തുകൊണ്ട് വയറ് നിറഞ്ഞുപോയി. അതുകൊണ്ട് ബ്രെഡും ജാമും ഞാൻ ട്രൈ ചെയ്തില്ല. ബ്രേക്ക്ഫാസ്റ്റിന് ഇവർ ചാർജ് ചെയ്യുന്നത് 130 രൂപയാണ്. ബ്രേക്ക്ഫാസ്റ്റ് അൺലിമിറ്റഡ് ആണ്. എത്ര തവണ വേണമെങ്കിലും എടുക്കാം. വയറ് നിറയുമ്പോൾ നിർത്താം. അതാണ് ലിമിറ്റ്. This was my first ever stay in a British bungalow and the experience was awesome. ചെക്കൗട്ട് ചെയ്യാൻ ടൈമായി. ഇവിടെ സ്റ്റേ ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമായിരുന്നു. ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവിൽ താമസിക്കുക എന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ആ ഒരു ആഗ്രഹം ഞാനിന്ന് സാധിച്ചു. സാധാരണ ഇങ്ങനെയുള്ള ഹെറിറ്റേജ് ബംഗ്ലാവിലൊക്കെ താമസിക്കാൻ അത്യാവശ്യം നല്ല പൈസ ചിലവാക്കണം. ഇതിപ്പോൾ 980 രൂപയ്ക്ക് ഒത്തു വന്നതുകൊണ്ട് ഞാൻ താമസിച്ചാണ്. എനിക്ക് സ്റ്റേ ഇഷ്ടപ്പെട്ടു. ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, ഇവിടെ വൈഫൈ കിട്ടത്തില്ല. അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സൂപ്പറാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി വീണ്ടും കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.